ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിങ്ങനെ ടെറസിൽ കയറിയപ്പോൾ കുറേ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പഴുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല പഴുത്ത് കിടക്കുകയാണ്. ഇത് കുറേ ഇനങ്ങളുണ്ട്. പാഷൻ ഫ്രൂട്ടിൽ തന്നെ പല ഇനങ്ങളുണ്ട്. വളരെ വൈറ്റമിൻ സി, വൈറ്റമിൻ എ ഇതിനാലൊക്കെ സമ്പുഷ്ടമായ ഒരു ഫലമാണ്. ഈ കുട്ടികൾക്കൊക്കെ ഡെയിലി കൊടുക്കാൻ, നമ്മുടെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഫ്രൂട്ടാണിത്. ഇത് നല്ലൊരെണ്ണമാണ്. ഞാനിത് നട്ടിട്ട് കുറേ മാസങ്ങളായി. ആദ്യമൊന്നും ഇത് നട്ടിട്ട് അങ്ങനെ വലിയ ഫലമായിട്ടൊന്നും വന്നില്ല. അപ്പം അതിൻ്റെ കാരണം ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ നമ്മൾ കൂടുതൽ കെയറിങ് ഒന്നും വേണ്ട എങ്കിലും ഇത് ഞാൻ കുറച്ച് പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇതിന് ഇട്ട് കൊടുത്തപ്പോഴത്തേന് ഇതങ്ങ് ഒരുപാട് വളർന്നപ്പോൾ ഇലയാണ് കൂടുതൽ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഞാനതിനെപ്പറ്റി ഒരാളോട് ചോദിച്ചപ്പോൾ അത് കുറച്ച് ഇലകളങ്ങ് നുള്ളിക്കളയാമെന്നുണ്ടെങ്കിൽ ഇത് പൂക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ചിങ്ങനെ ഇലകളൊക്കെ നുള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇവിടുത്തെ കാ പിടിച്ചു. ഇത്രയും പറിച്ച് ഇനി ഒരുപാട് കിടക്കുന്നു. പിന്നെ ഇതൊന്ന് വളർത്തിയെടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇത് വളർത്താൻ നമുക്കിങ്ങനെ എന്നും ഡെയിലി കെയറിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഒരു പന്തലിട്ട് കൊടുത്ത് ഇത് വളർത്താമെന്നാണ്. എനിക്കിതാ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. പക്ഷേ ഇതിനൊരു ടിപ്പ് പറഞ്ഞാൽ, ഇത് പരത്തി നമ്മൾ പന്തലിടരുത്. ഒന്ന് ചരിച്ച് പന്തൽ എവിടോട്ടേലും ഒന്ന് കയറ്റി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത് നിറച്ച് പൂക്കളാണ്. എവിടെയും കായ ഉണ്ടാകാനായിട്ട് ഇങ്ങനെ കണ്ടില്ലേ, നിറച്ച് പൂത്ത് നിൽക്കുകയാണ്. പറിച്ചാൽ തീരാത്ത പോലെ കാകളുണ്ട്. ഇത് നമുക്ക് വളരെയേറെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരു ഫ്രൂട്ടാണിത്. ഡെയിലി കുട്ടികൾക്ക് കൊടുത്ത് അവരുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. അതുപോലെ ഷുഗർ രോഗികൾക്ക് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ മധുരമില്ലാതെ നമുക്ക് ചെറിയ പുളിയുള്ളത് കൊണ്ട് അല്പം മധുരം ചേർക്കാം. പക്ഷേങ്കിൽ മധുരം ഇല്ലാതെ കഴിച്ചാൽ അതാണ് ഏറ്റവും ഗുണം. പിന്നെ കടകളിലൊക്കെ ഇതിങ്ങനെ ജ്യൂസായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അന്വേഷിച്ചിട്ട് കഴിക്കാവൂ. കാരണം ഇത് വേറെ എസൻസൊക്കെ ആണോ എന്ന് നോക്കി വേണം കഴിക്കാൻ. പിന്നെ ഹൃദയാരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. പൊട്ടാസ്യമൊക്കെ ചേർന്നാണ്. നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ല, പല രോഗങ്ങളും ചേർത്ത് നിൽക്കും ഇത്. ഇതിന് വലിയ കെയറിങ് ഒന്നും വേണ്ട. ഒരു വീട്ടിലൊരു മൂട് നട്ടാൽ വളരെ കാലം ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് നമുക്കിങ്ങനെ ഫലം തന്നുകൊണ്ടേയിരിക്കും. ഇതൊരു പിന്നെ വള്ളി നാരങ്ങ എന്നും ഇതിന് പല പേരുണ്ട്. ഇതൊരു വിദേശ ഫ്രൂട്ടാണ്. പക്ഷെ ഒരു വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികളുടെ വളർച്ചയ്ക്ക് ഒക്കെ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതറിവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന്, അറിവ് കൊടുക്കുന്തോറും ഏറുന്നതൊന്ന് അറിവാണ്. അപ്പം എനിക്കറിയാവുന്ന ഒരു ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് വളർത്തിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഒത്തിരി കെയറിങ് ഒന്നും വേണ്ട. ഡെയിലി ഇവിടുത്തെ ഫ്രൂട്ട് കിട്ടും നമുക്ക്. അപ്പം എല്ലാവരും ഒരു പാഷൻ ഫ്രൂട്ടെങ്കിലും നട്ടുപിടിപ്പിക്കുക, ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ പാലൊക്കെ അലർജി ഉള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുക. കാരണം പാലിൽ അടങ്ങിയിരിക്കുന്ന പല വൈറ്റമിൻസും ഈ പാഷൻ ഫ്രൂട്ടിലുണ്ട്. അപ്പം അത് ചൊറിച്ചിലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഒഴിവാക്കുക. പിന്നെ ചില പുളിരസങ്ങൾ ഉപയോഗിക്കുമ്പോൾ നെഞ്ചരിച്ചിലുള്ളവരില്ലേ, അതായത് ഓറഞ്ച് കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നവരും ഇതൊരു പുളി ഉള്ള ഒരു ഫ്രൂട്ടായതുകൊണ്ട് അങ്ങനെയുള്ളവരും ഇത് ഒഴിവാക്കുക. അപ്പം എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.